സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ മുങ്ങിയതോടെ പെരുവഴിയിലായിരിക്കുകയാണ് ആയിരക്കണക്കിന് നിക്ഷേപകർ. കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ നിലമ്പൂർ എടക്കര സ്വദേശി സന്തോഷ്, പി മുബഷീഡ എന്നിവരാണ് നിക്ഷേപകരെ വഞ്ചിച്ച് മുങ്ങിയത്. വയനാട്ടിലെ 3 ശാഖകളിൽ മാത്രം 100 കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് രൂപയാണ് നിക്ഷേപമായിട്ടുള്ളത്. അറ്റാക്കിന്റെ ഓപ്പറേഷൻ ചെയ്ത ആളാ ഞാൻ. ഈ ചെറിയൊരു പെട്ടിക്കട നടത്തിയിട്ട് അവനറിയാം ഞാൻ എത്ര വലിയ കടയാന്ന്. ചെറിയൊരു ചായക്കട നടത്തിയിട്ട് ഇത് ഡെയിലി വന്നിട്ട് എന്നിട്ട് ഇവർ മുൻകൂർ ഞാൻ പൈസ ഇവർ ചോദിക്കുമോ എത്ര ആഴ്ചത്തെ കിട്ടാൻ്റെ പറയും എല്ലാം പൈസ കറക്റ്റാക്കി അടച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അടച്ച മുതൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി നിക്ഷേപ തട്ടിപ്പിനിരയായ ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് ഇത്. സാധാരണക്കാരിൽ സാധാരണക്കാരും വിദ്യാസമ്പന്നരും ബിസിനസ്സുകാരുമൊക്കെ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരാണ്. എന്റെ കുറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തിന് മേലായി. 35 ദിവസം കൊണ്ട് അവർ പൈസ തരാമെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഓരോ ദിവസം ചെല്ലുമ്പോഴും അവർ പറയും നാളെ തരാം എന്നിട്ട് പാസ്ബുക്കൊക്കെ വാങ്ങി വെച്ച് ഇന്ന് നിങ്ങൾക്ക് 5 മണിയാകുമ്പോഴത്തേക്കും പൈസ വിട്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ ഒരു പൈസ തരുന്നില്ല. ഞാൻ 2 ലക്ഷം രൂപയുടെ ചിട്ടിയാണ് കൂടിയത്. എന്റെയൊക്കെ ബുക്കുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവരതിന്റെ കണക്ക് നോക്കാനാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഈ ബുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നപ്പോൾ 100 കണക്കിന് ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ 100 കണക്കിന് ബുക്കുകൾ ഞങ്ങൾ എടുത്തതിന് ഒരുപാട് പാവപ്പെട്ട ആൾ ഇന്നും ഈ ചിട്ടി പൊട്ടിപ്പോയിന്ന് ഇന്നും അറിയാത്തവരുണ്ട്. ഈ മാസം 19 മുതലാണ് നിലമ്പൂരിലെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കാറിൽ രക്ഷപ്പെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വയനാട്ടിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിൽ നിന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടത്തുകാരുടെ ആക്ഷേപം. നമ്മൾ 20-ാം തീയതിയാണ് കൽപ്പറ്റ സ്റ്റേഷനിലും SP ഓഫീസിലും പരാതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിയമപാലകന്മാർ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇവരും കൂടി ഇതിൽ സപ്പോർട്ട് ഉണ്ടോയെന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. പോലീസിന് പരാതി നൽകിയവരിൽ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരുമുണ്ട്. ഉടമകളുടെ കുടുംബത്തിലെ ചിലർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികൾക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും രാജ്യം വിടാതിരിക്കാൻ എമിഗ്രേഷൻ വിഭാഗത്തിന് വിവരം നൽകിയിട്ടുണ്ടെന്നും പോലീസും വിശദീകരിക്കുന്നു. മീഡിയ 1 വയനാട്.